കേരളത്തിൽ ബദൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അടിത്തറയായ പോലെ എനിക്ക് തോന്നുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസം അങ്ങനെയാണ്. ബാലറ്റ് പെട്ടിയിലൂടെ ലോകത്ത് ആദ്യമായിട്ട് കമ്മ്യൂണിസം അധികാരത്തിൽ വന്നത് കേരളത്തിലാണ്. EMSും AKGയും നേതൃത്വം കൊടുത്ത ആ ഭരണത്തിൽ പിന്നീട് നമ്മൾ കണ്ടു PSP ഉണ്ടായിരുന്നു. ജോൺ മാഞ്ഞൂരാനും മത്തായി മാഞ്ഞൂരാനും വില്യങ്കടനും ഒക്കെ ആ CPMനെ അനുകൂലിച്ച് നിന്നു. CPM ഇന്ത്യയിൽ വേരൂന്നിയ സംസ്ഥാനം ഏകദേശം 34 വർഷത്തോളം അവർ ഭരിച്ചത് ബംഗാളിലാണ്. ഇന്ന് ബംഗാളിൽ നിന്ന് CPMനെ തൂത്തെറിഞ്ഞ് കളഞ്ഞു. 34 വർഷം ജ്യോതിബാസുവും ബുദ്ധദേവ ഭട്ടാചാര്യയും ഭരിച്ച ബംഗാളിലെ CPM ഭരണത്തെ ജനങ്ങൾ വെറുത്തു. അഴിമതിയും അക്രമവും അതുപോലെ ഭൂമി കൈയേറ്റവും കർഷകർക്കെതിരായ നീക്കങ്ങളുമൊക്കെ അവിടെ പതിവായി. പതുക്കെ പാർട്ടിയുടെ അടിത്തറ ഇളകി. ജനങ്ങൾ പാർട്ടിക്കെതിരായി സംഘടിച്ചു. ആ സമയത്ത് മമതാ ബാനർജി രംഗത്ത് വന്നു. തൃണമൂൽ കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു. ഇന്ന് CPMൻ്റെ ആരും തന്നെ ബംഗാളിലില്ല. ഒരു MLA പോലും ജയിപ്പിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ത്രിപുരയിലും അതേ ഗതിയുണ്ടായി. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു നീക്കം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേ ഒരു ഗതി കേരളത്തിലേക്കും വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ബംഗാളിലെ ഭരണത്തിലെ RSP ഉണ്ടായിരുന്നു, CPI ഉണ്ടായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തു നിന്ന് RSP മാറിപ്പോയി. ഇവിടെ CPI എമ്മിൻ്റെ ഒപ്പം നിൽക്കുന്നു. ലോകത്തിലെ മിക്കവാറും എല്ലാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും അപ്രത്യക്ഷമായി. അവർ മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞു. റഷ്യയും യുഗോസ്ലാവിയയും പോളണ്ടും ചെക്കോസ്ലോവാക്യയൊക്കെ കമ്മ്യൂണിസം വിട്ടു. റഷ്യയും ചൈനയും വലിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നത് പതുക്കെ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് ചേക്കേറി. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ക്യൂബ ഒഴിച്ച് മറ്റു സ്ഥലങ്ങളിലെല്ലാം കമ്മ്യൂണിസം അപ്രത്യക്ഷമായി. ക്യൂബയിലെ നമ്മുടെ മുഖ്യമന്ത്രി അടുത്ത കാലത്ത് പോയല്ലോ. കമ്മ്യൂണിസത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും കമ്മ്യൂണിസത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിയറ്റ്നാമിലും ലാവോസിലും നോർത്ത് കൊറിയയിലും ക്യൂബയിലുമൊക്കെ ഇന്ന് നിലനിൽക്കുന്നു. തൊഴിലാളി വർഗ കമ്മ്യൂണിസത്തിൻ്റെ പ്രാധാന്യം കാലഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുക എന്നുള്ള ആ മുദ്രാവാക്യത്തിന് അതിൻ്റെ വിലയും നിലയെല്ലാം ചോർന്നുപോയി. ഇനി അത് പറയാൻ കഴിയില്ല. ലോകത്തൊരിടത്തും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളില്ല എന്ന് തന്നെ പറയാം. ലോകരാഷ്ട്രങ്ങളെല്ലാം മാറി അവർ സമ്പത്ത് വ്യവസ്ഥയിലേക്ക് കയറിക്കഴിഞ്ഞു. കാറൽ മാർക്സ് തന്നെ ഒരു റഷ്യയിൽ ജനിച്ചോ അല്ലെങ്കിൽ ചൈനയിൽ ജനിച്ചോ ഒരാളല്ല, പ്രഷ്യയിൽ ജനിച്ച ആളാണ്. കാറൽ മാർക്സ് പിന്നീട് മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊന്നും അദ്ദേഹത്തിന് അടക്കാൻ കഴിഞ്ഞില്ല. ഇംഗ്ലണ്ടിൽ തന്നെയാണ് അദ്ദേഹത്തിനെ അടക്കിയത് തന്നെ. കാറൽ മാർക്സ് ഒരു ജൂതനായിരുന്നു എന്ന് ഹിറ്റ്ലർ കണ്ടുപിടിച്ചു. ഹിറ്റ്ലർ അത് അന്നും പറയുമായിരുന്നു. പിന്നീട് അമേരിക്കയിലെ ആ കാറൽ മാർക്സിൻ്റെ DNA പരിശോധിച്ചിട്ട് ജൂതവംശക്കാരനാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ശുദ്ധ കമ്മ്യൂണിസ്റ്റായ നമുക്ക് കേരളത്തിൽ പരിഗണനയിലുള്ള ഒരാളുണ്ടായിരുന്നു, അച്യുതാനന്ദൻ. അദ്ദേഹം ശുദ്ധ കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ നിലനിന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ വളരെയധികം ശത്രുക്കളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആദർശ വ്യക്തിത്വത്തിൽ അടിയുറച്ച് നിൽക്കുന്ന സുധാകരനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അദ്ദേഹം പാർട്ടി വിട്ടു. ആദർശശാലി അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരനെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ കൊന്നൊടുക്കി കഴിഞ്ഞപ്പോൾ ആ ആളെ ശവമടക്കാനോ അല്ലെങ്കിൽ കറ്റ് കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും പാർട്ടി ഫണ്ട് ലഭിച്ചില്ല. അതിന് അദ്ദേഹം കെ സുധാകരൻ ഇപ്പം വെളിപ്പെടുത്തി അവരുടെ വീട്ടിലെ ഒരു മരം വെട്ടിമുറിച്ച് ദഹിപ്പിക്കേണ്ടി വന്നു. പാർട്ടിയുടെ ഒരണികളിൽ നിന്നും സഹായം എത്തിയില്ല. അദ്ദേഹം തൻ്റെ സ്വന്തം സഹോദരൻ രക്തസാക്ഷിയായതിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയാൻ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ
നമ്മൾ ഈ മാർക്സിസത്തിൻ്റെ ഏറ്റവും അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ നല്ല മാതൃക കാണിച്ചു കൊടുക്കുകയും പാവങ്ങളെ സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാഗം ആൾക്കാർ ഇന്നും കേരളത്തിലുണ്ട്. അവർ ഭൂരിപക്ഷം ആൾക്കാരും അച്യുതാനൻ്റെ പക്ഷത്തേക്ക് നീങ്ങി. ആ നീങ്ങിയ പലരും ഇന്ന് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. പക്ഷേ ഇവർക്ക് ആർക്കും ആ ഐഡിയോളജിയിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരും ഒന്നും മറ്റൊരു പാർട്ടിയിൽ ചേരാതെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല സ്ഥലങ്ങളിലും അവർ ജീവിക്കുന്നു. പാർട്ടിയിലെ ആദർശത്തെ ഇന്നും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്കറിയാം, കണ്ണൂരിലെ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടു. പാർട്ടിയിൽ ഏകദേശം 60 വർഷത്തോളം പ്രവർത്തിച്ച അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പക്ഷെ മറ്റൊരു പാർട്ടി ഉണ്ടാക്കാൻ തയ്യാറല്ല. ഈ പാർട്ടിയിൽ നിന്ന് പോയവരെല്ലാവരും നമ്മൾ ആലോചിച്ച് വയ്ക്കണം. ഇനി വടകര MLA KK രമ അവരുടെ സ്വന്തം പാർട്ടി RNP ഉണ്ടാക്കി. TP ചന്ദ്രശേഖരൻ കറകളഞ്ഞ പാർട്ടിക്കാരനായിരുന്നു. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി പാർട്ടി അണികൾ തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ MLA ആയ KK രമ പുതിയ പാർട്ടി ഉണ്ടാക്കി അല്ലാതെ മറ്റൊരു പാർട്ടിയിലേക്ക് ചേരാൻ തയ്യാറായില്ല. അതുപോലെ പാലക്കാടുണ്ട് PK ശശിയെ നമുക്കറിയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം നമ്മൾ കണ്ടു. ആരോപണങ്ങൾ വളരെയധികം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടെങ്കിലും പാർട്ടിയിലെ ആദർശം വിട്ടുപോയി മറ്റൊരു പാർട്ടി ചേരാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. G സുധാകരൻ പാർട്ടി വിട്ടു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അക്സർ എന്ന അഡ്വക്കേറ്റ്, അദ്ദേഹം ചാനലിൽ സ്ഥിരം വരുന്ന ആളാണ്, അദ്ദേഹവും പാർട്ടിയിൽ നിന്ന് പോയി. അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പയ്യന്നൂരിലെ പാർട്ടി അണികൾ പലരും, ഓഞ്ചിയത്തെ പലരും പാർട്ടിയുടെ ആദർശം ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. പക്ഷേ അവർക്ക് മറ്റൊരു പാർട്ടി ചേരാൻ നോക്കില്ല. പൊതുവായിട്ട് നമ്മൾ നോക്കുമ്പം CPM വിട്ടിരിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും പാരലായിട്ട് ഒരു പ്രവർത്തിക്കുന്നല്ലാതെ അവർ മറ്റു പാർട്ടിയിൽ എങ്ങും ചേരുന്നില്ല. അത് നമുക്കറിയാം. അച്യുതാനന്ദൻ്റെ ആദർശം 1946 പുന്നപ്ര വയലാർ സമയത്താണ് അച്യുതാനന്ദൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി കാണുന്നത് നമ്മൾ. അദ്ദേഹം അവിടുത്തെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച്, അന്ന് CPയുടെ കാലഘട്ടത്തിൽ 1945 സംഘടിച്ച് അദ്ദേഹം പുന്നപ്ര വയലാർ സമരം നടത്തി. ഈ സമയത്ത് തന്നെ കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ME ആൻ്റണിയും അതുപോലെ തന്നെ മംഗളം വർഗീസും കോട്ടയം പാസി, അവർ 3 പേരുമായിരുന്നു കോട്ടയത്ത് CPMൻ്റെ അടിത്തറ ഉണ്ടാക്കിയത്. മറ്റു കുറേ അധികം ആചാര്യന്മാരും കോട്ടയത്തുണ്ടായിരുന്നു. ME ആൻ്റണി എൻ്റെ ഫാദറിൻ്റെ അനിയനാണ്. അദ്ദേഹം വീട്ടിലെ സ്വത്തുക്കളെല്ലാം വിറ്റ് പാർട്ടിക്ക് കൊടുത്ത് അവസാനം 1 സെൻറ്റ് പോലും സ്ഥലമില്ലാതെ പട്ടിണിയിലാണ് മരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. കാരണം ME ആൻ്റണി അത് വയലാർ പുന്നപ്ര സമര കാലഘട്ടത്തിൽ കോട്ടയത്ത് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി. ME ആൻ്റണിയെയും മംഗളം വർഗീസിനെയും കോട്ടയം പാസിയെയും ദീപികയിലെ ജീവനക്കാരായിരുന്നു. ദീപിക പത്രത്തിൽ നിന്ന് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് അവരെ പിരിച്ചുവിട്ടു. അതാണ് അവരുടെ ചരിത്രങ്ങൾ. അപ്പോൾ ആദർശശുദ്ധിയുള്ള ധാരാളം ആൾക്കാർ മൺമറിഞ്ഞു പോയെങ്കിലും അവരുടെ പിൻഗാമികൾ ഇന്നും കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ആ പാർട്ടിയിൽ നിന്ന് പലർക്കും പുറത്തു പോകാൻ കഴിയാതെ പാരലായിട്ട് പ്രവർത്തിക്കുന്നത്. പാർട്ടിയിൽ ഇന്ന് കാണുന്ന അക്രമം, അനീതി, അതുപോലെ തന്നെ പണം വെട്ടിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നെല്ലാം പണം അടച്ചു മാറ്റി. നമുക്കറിയാം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതെല്ലാം പാർട്ടിയുടെ അണികളാണ്. അങ്ങനെയുള്ളവർ പാർട്ടിയിൽ നിറഞ്ഞപ്പം ആദർശശാലികളായ വളരെയധികം ആൾക്കാർ പാർട്ടിയിൽ നിന്ന് മാറിയെങ്കിലും അവർ പാരലൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളെപ്പോലെ കേരളത്തിലെല്ലാം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു നിഗമനം, കേരളത്തിലെ ഇപ്പോഴത്തെ CPM അപ്രത്യക്ഷമാകും. പകരം ആ പാർട്ടിയിലെ ആദർശശാലികളായ വളരെയധികം ആൾക്കാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ട്. അവരൊക്കെ തീർച്ചയായിട്ടും ആ പാർട്ടി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മറ്റൊരു പാർട്ടിയിൽ അവർക്ക് ഈ ജന്മത്തിൽ പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. അവർ പല സ്ഥലത്തുനിന്നും ആൾക്കാർ അങ്ങനെ പൊഴിഞ്ഞു പോകുമ്പം അവരുടെ നേതൃത്വപാഠവും അവരുടെ ആദർശങ്ങളും ഒക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ വയലൻ്റായ ആ അക്രമത്തിനും അനീതിക്കും കൂട്ടുനിൽക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിയുടെ ഫണ്ട് തട്ടിക്കൊണ്ടുപോകുന്നവർ, അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലെ പാർട്ടി അണികളുടെ പണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അത് തട്ടിയെടുത്തുകൊണ്ട് പോയവർ, അതൊരു കേസിൽ പ്രതിയായവർ, അങ്ങനെ പാർട്ടി അണികളിൽ പൊതുവെ നമ്മൾ നോക്കിക്കഴിയുമ്പം
അസന്തുഷ്ടരായ ഒരു നല്ലൊരു വിഭാഗം ആൾക്കാർ പാർട്ടിയിലുണ്ട്. പക്ഷേ ആദർശം കളയാൻ അവർക്ക് തയ്യാറല്ല. അതുകൊണ്ട് കേരളത്തിലുടനീളം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ബദൽ ഉണ്ടാകുന്നു, അതിനുള്ള അടിത്തറയായി കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു നിഗമനം.